വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ 21ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന്, പ്രീവിയസ് എക്സാമിനൊക്കെ വന്നിട്ടുള്ള ഭാഗമാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഷ്യോ അനാലിസിസ് ആണ് എടുത്തത്. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. Accounting for issue of debentures. What do you mean by debentures? The term debenture has been derived from Latin word debere. It means to borrow. Debenture is an instrument of acknowledgement of debt. It is an acknowledgement of debt issued by a company under its common seal. According to section 212 of the Companies Act, debenture includes debentures, stock, bonds and any other securities of a company, whether constituting a charge on the assets of the company or not. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി സ്റ്റോക്ക്, ബോണ്ട്സ് ഓർ എനി അതർ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ചാർജ് ഓൺ അസറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. Then bond. Like debenture, bond is an acknowledgement of debt issued under the seal of the company. It is a debt instrument. The rate of interest is not predetermined. ഡെപ്റ്റ് എന്ന് പറഞ്ഞാലും എന്താണ്, ബോണ്ട് എന്ന് പറഞ്ഞാൽ അതും ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ബട്ട് ഇൻട്രസ്റ്റ് ഓഫ് ദ ബോണ്ട് ഈസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും, പക്ഷേ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ. Bond can be issued without predetermined rate of interest. Debenture can be issued at a predetermined rate of interest. Bond is issued at maximum discount. Debenture is issued at lesser discount. Bond, the difference between redemption price and issue price of a bond is treated as interest. Debenture, interest of debenture is calculated on the basis of face value and the rate of interest. What is a charge? എന്താണ് ഈ ചാർജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഡിബഞ്ചറിൽ നമ്മളൊരു അസറ്റിൻ്റെ മേലെ ചാർജ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ ചാർജ് എന്ന് നമുക്ക് നോക്കാം. The term charge simply refers to mortgage. It means securing the loan by encumbering asset against the loan. This implies that if the borrower fails to meet its obligation, the lender can secure its payment from the asset or asset mortgage. അതായത് ഇത് എടുത്തു കഴിഞ്ഞിട്ടുള്ള ലെൻഡറിന് എമൗണ്ട് പേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ അസറ്റ് ക്ലെയിം ചെയ്യുന്നതിനെയാണ് ചാർജ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിബഞ്ചർ? ഡിബഞ്ചർ ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. അതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ സീൽ വെച്ചിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. It carries a fixed rate of interest. It contains a contract for repayment of principal amount at a specified rate. It is generally secured by a charge on the asset of the company. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. It represents a loan capital. It is repaid after a long period ആണ് നമ്മളിത് റീപേ ചെയ്യുന്നത്. And it carries voting rights. These are the features of debenture. Then what are the difference between share and debenture? Share is a part of own capital ആണ്. ബട്ട് ഡിബഞ്ചർ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലോൺ അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റൽ. ഷെയർ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഷെയർ. ഷെയർ ഡിവിഡൻഡ് പെയ്ഡ് ഓൺ ഷെയർസ് ആണെങ്കിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. പിന്നെ ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മേ വേരി ഫ്രം ഇയർ ടു ഇയർ ആണ് ഷെയറിൻ്റെ കേസിൽ. ഇപ്പോൾ ഡിബഞ്ചർ ആണെങ്കിലോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഷെയർ ഹോൾഡർ ഗെറ്റ്സ് ഡിവിഡൻഡ് ഓൺലി ഇഫ് ദർ ഈസ് എ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്താണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റ് വെദർ ദ കമ്പനി മേക്സ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് വന്നു കഴിഞ്ഞാലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടും. ഷെയർ ഈസ് അൺസെക്യൂർഡ് ആണ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്യൂർഡ് ആണ്. ഷെയർ ഹോൾഡർ ഈസ് എ പ്രൊപ്രൈറ്റർ ആണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർ ഒരു ക്രെഡിറ്റർ ആണ്. ഷെയർ ഹോൾഡർ എൻജോയ്സ് വോട്ടിംഗ് റൈറ്റ് ബട്ട് ഡിബഞ്ചർ ഹോൾഡർ ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്. ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ബട്ട് ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക്
ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്. ബാക്കി ഡിബഞ്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അതായത് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ഒക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്